പണ്ട് നമ്മൾ കുറെ പറഞ്ഞ കാര്യമാണ്. എന്ത് പറഞ്ഞിട്ടെന്താ, ആൾക്കാരതാ അധികം ആൾക്കാർ കണ്ടിക്കില്ല, കണ്ടോലിട്ട് ചെയ്യൂല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അപകടം നടന്ന് അതിൽ എമർജൻസി പെട്ട ഒരാൾക്ക് നല്ല അപകടം പറ്റി. ആർക്കും അവിടെ വന്ന ആർക്കും ഇയാളെ പരിചയമില്ല. ഇയാളടുത്ത് മൊബൈലുണ്ട്, പക്ഷേ അത് ലോക്കാണ്. അപ്പോൾ ഇയാൾ അഡ്രസ്സോ ഫോൺ നമ്പറോ ആർക്കും അറിയില്ല, ഇയാളെ പരിചയമുള്ള ആരുമില്ല. ആൾക്കാർ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നെന്തായെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആർക്കും എപ്പോൾ വരിക എന്ന് പറയാൻ പറ്റിയല്ല. ആർക്കും വരാണ്ടിരിക്കട്ടെ പഠിച്ചോനെ. ഒരു എമർജൻസി ആരും ഇല്ലാത്തടത്തുനിന്നൊക്കെ ഒരു എമർജൻസി വരാണ്ടിരിക്കട്ടെ. അഥവാ ഇങ്ങനെ വന്നാൽ നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മളെ പരിചയമുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ കഴിയും. ഇപ്പം എൻ്റെ ഈ ഫോൺ ലോക്ക് സ്ക്രീനിലാണ്. ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണും അതുപോലെ ഫോൺ നമ്പറും ഇതിലെ താഴെ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടോ. ഇവിടെ താഴെ എഴുതി കാണിക്കുന്നത് കണ്ടോ. ഇതേപോലെ നിങ്ങളെ ഫോണിൽ ഒന്നാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മളൊരു എമർജൻസി പെട്ട അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളെ പരിചയമുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യാനാവും. നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ പെട്ടെന്ന് എത്തിക്കാനാവും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ലോക്ക് സ്ക്രീൻ എന്ന ഭാഗത്തേക്ക് പോവുക. മിക്കവാറും ഫോണിൽ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗത്തുണ്ടാവും. ലോക്ക് സ്ക്രീൻ സിഗ്നേച്ചർ എടുക്കേണ്ടി ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ ലോക്ക് സ്ക്രീൻ സിഗ്നേച്ചർ എന്ന് കാണും. നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സിൽ സെർച്ച് ചെയ്താലും മതി ലോക്ക് സ്ക്രീൻ സിഗ്നേച്ചർ. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ ഡീറ്റെയിൽ എന്താണോ, നിങ്ങളെ പേര് ഫോൺ നമ്പർ അതെന്താണോ അതിവിടെ എഴുതി കൊടുത്തിട്ട് ഒന്ന് ഓക്കെ കൊടുത്താൽ മാത്രം മതി. അതവിടെ സെറ്റ് ആയിക്കോളൂ. പിന്നെ ലോക്ക് സ്ക്രീനിലും ഒരാൾക്ക് ഫോണിൻ്റെ ലോക്ക് തുറക്കാണ്ട് തന്നെ ഡിസ്പ്ലേയിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ നമുക്ക് കൊടുക്കാനാവും. അത് നിങ്ങൾക്ക് എന്തും കൊടുക്കാം. പേര് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ഇമെയിൽ ID കൊടുക്കാം, എന്തും കൊടുക്കാം. പക്ഷെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു വെക്കണം. അത് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് അകേടുന്ന എന്താ സംഭവിക്കാന്ന് ഒരു പിടുത്തമില്ല മക്കളെ. ഈ പറഞ്ഞ എല്ലാവർക്കും തിരിഞ്ഞിക്കോളി. ആർക്കറിയാം, തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. എന്തായാലും നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായിമാർക്ക് എത്തിക്കാൻ മറക്കണ്ട കേട്ടോ. ഓലും ചെയ്തോട്ടെ. പിന്നെ പറഞ്ഞ പോലെ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ. അത് നമുക്ക് ബൂസ്റ്റാ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പേർ. താങ്ക് യു സോ മച്ച്.